ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ ഒരു മോരുകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ആദ്യമായിട്ട് മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് ഒരു പിടി തേങ്ങ എടുക്കുക, അതിൽ 2-3 വെളുത്തുള്ളി, ഒരു 2 ചുമന്നുള്ളി, ഒരു ലേശം മഞ്ഞൾപ്പൊടി, ഒരു ഇച്ചിരി ജീരകം, 2-3 കറിവേപ്പില, ഒരു ഇച്ചിരി ഇഞ്ചി ഇവയിട്ട് നല്ലതുപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വരാം. അതിലേക്ക് അരയ്ക്കുന്നതിന് വെള്ളത്തിന് പകരം നമുക്കൊരു സ്പൂൺ തൈര് വേണമെങ്കിൽ ചേർത്ത് അരച്ചുകൊണ്ട് വരാവുന്നതാണ്. അത് അരച്ചുകൊണ്ട് വന്നതിന് ശേഷം അതേ ജാറിൽ തന്നെ നമുക്ക് ആവശ്യമായ തൈരും കൂടെ അരച്ചുകൊണ്ട് വരാം. അതും ഒന്ന് അരച്ചുകൊണ്ട് വന്നതിന് ശേഷം നമുക്ക് കടുക് വറക്കാനായിട്ട് നോക്കാം. അതിലേക്ക് അടുപ്പത്തേക്കൊരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഒരിച്ചിരി ഉലുവയൊന്ന് ആദ്യം പൊട്ടിക്കാം. അതിനുശേഷം കടുക് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 2-3 ചുമന്നുള്ളി അരിഞ്ഞു വെക്കണം. ആ ചുമന്നുള്ളിയും ഒരു പച്ചമുളകും ഒരു ലേശം കറിവേപ്പിലൂടെ അതിലേക്കിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് ബ്രൗൺ കളർ ആയി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു കളറിന് വേണ്ടിയാണ്. ആ മുളക് പൊടി ഇട്ട് ഒന്ന് കളർ മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ മോര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ഒഴിച്ച് ഒന്ന് ചൂടായാൽ മാത്രം മതി, തിളയ്ക്കണ്ട. ഒരു ചെറിയൊരു ചൂട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു ലേശം ഉലുവാപ്പൊടി ഇട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. ആവശ്യമുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ചോറുണ്ണാൻ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.